അപ്പോൾ 28,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് 28,700-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് മുൻപ് നമ്മുടെ GDS നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തതാണ്. 31/1/2026 മുതൽ 14/2/2026 വരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 2/2/2026 മുതൽ 16/2/2026 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുമെന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 16 വരെ അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും രജിസ്ട്രേഷൻ നടക്കുന്നത് 14 ഫെബ്രുവരി വരെ മാത്രമാണ്. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മുമ്പിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫീ പേയ്മെൻറ്റും ആപ്ലിക്കേഷനും വരുന്നത് 16/2/2026 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനും ഫീ പേയ്മെൻറ്റും ചെയ്യാൻ സാധിക്കും. പിന്നെ തെറ്റുകൾ എന്തെങ്കിലും അപേക്ഷയിൽ വരികയാണെങ്കിൽ 18/2/2026 മുതൽ 19/2/2026 വരെ അത് തിരുത്താനുള്ള സമയവും കാര്യങ്ങളൊക്കെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞതാണ്. മിനിമം 10ാം ക്ലാസ്സാണ് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം. ഇത് സാലറി സ്കെയിലാണ്. അതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. മിനിമം 10th മതി, ക്വാളിഫിക്കേഷൻ 10th ആണ്. അപ്പോൾ നമ്മുടെ കേരള സർക്കിൾ, കേരളത്തിൽ തന്നെ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. പിന്നെ ഇതിന് 100 രൂപ അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട്. അതെല്ലാവരും അടക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിളിന് നമ്മുടെ ഫീമെയിൽ അതുപോലെ SC ST ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കേണ്ട. ജനറൽ EWS OBC വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്ക് മാത്രമേ ഫീസ് അടക്കണ്ടൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ബാക്കി ആരും തന്നെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. സോ ഒറ്റ സർക്കിളിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട റേഷ്യോ കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ കഫേയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവം കൃത്യമായിട്ട് ഇതേ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ഫോട്ടോ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നേരിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ചുരുക്കി പറയട്ടെ, നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ആ വീഡിയോ സന്ദർശിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സും കേരളത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിബന്ധനയായിട്ട് പറയുന്നത്. അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട കാര്യത്തിലേക്ക് കിടക്കാം. അപേക്ഷിക്കാനായിട്ട് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ടു രജിസ്റ്റർ ആൻഡ് അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടണാണുള്ളത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഗിൻ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ 14ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ OTP കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ആ OTP സെൻഡ് ചെയ്താൽ മൊബൈൽ OTP വരും. അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം മെയിൽ കൊടുക്കുക. അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ മെയിൽ വരാൻ കേട്ടോ. പിന്നെ സെക്കൻഡായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ IDയും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. അത് ഉപയോഗിച്ചിട്ട് ഇനി ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ലോഗിൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണുന്നത്. എൻ്റർ യുവർ രജിസ്ട്രേഷൻ നമ്പർ ഇൻ ദി യൂസർ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 5ൽ കൂടുതൽ അല്ലെങ്കിൽ 5 വട്ടം നമ്മൾ വെറുതെ നമ്മുടെ ലോഗിൻ IDയും കാര്യങ്ങളും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ക്യാപിറ്റലോ സ്മോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്കായി പോകും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിനിലേക്ക് വരികയാണ്. അപ്പോൾ യൂസർ ID എൻ്റർ ചെയ്യുക. പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് എങ്കിൽ ഇവിടെ കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ഇതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് ചിലപ്പം പാസ്വേഡൊന്നും കറക്റ്റ് ഓർമ്മയില്ലെന്നോ ഏതെങ്കിലും രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഫോർഗോട്ട് കൊടുത്തിട്ട് തിരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ ഇവിടെ പച്ച കളറിൽ അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. പിന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് നിങ്ങൾക്ക് സർക്കിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷദ്വീപ് മാഹിയൊക്കെ ഉള്ളവർ കേരളമാണ് സെലക്ട് ചെയ്യുന്നത്. തമിഴ്നാടുള്ളവരാണെങ്കിൽ തമിഴ്നാട് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കാം. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം, ഒരു എക്സാമ്പിളിന് പറയുന്നത് തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഒരു എക്സാമ്പിളിന് കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ, പിന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു സ്ഥലം തൃശ്ശൂർ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് ഒരു പക്ഷേ കോഴിക്കോടാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമെങ്കിൽ ഇവിടെ 1 കൊടുക്കുക. കോഴിക്കോട് 1 കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് കണ്ണൂരാണെങ്കിൽ കണ്ണൂർ 2 കൊടുക്കുക. പിന്നെ അതിനുശേഷം തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ 3 കൊടുത്തിട്ട് തിരുവനന്തപുരം കൊടുക്കണം. എന്തായാലും എല്ലാ സ്ഥലങ്ങളും ഫില്ല് ചെയ്തിട്ടേക്കുക 4 കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പ്രിഫറൻസ് വെച്ച് കൊടുത്തു പോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത് അതിലേക്ക് കയറുന്ന സമയത്ത് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ കംപ്ലീറ്റ് ആവുന്നതാണ്. പിന്നെ ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. നമ്മുടെ SSCൻ്റെ അപേക്ഷയൊക്കെ സമർപ്പിക്കില്ല. അതുപോലെ തന്നെ PSCൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. PSC പെട്ടെന്ന് കഴിയും. ഇവിടെ കുറച്ച് പ്രൊസീജിയർ അധികമായിട്ടുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക.
മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. 28,000-ൽ കൂടുതൽ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പരീക്ഷയില്ല, ഫിസിക്കൽ ഇല്ല, ഇൻ്റർവ്യൂ ഇല്ലാതെ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ ജോലി നേടാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. നമുക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ എന്ത് ചെയ്യാം, നമുക്കിത് വെച്ച് കൊടുക്കാം, പ്രിഫറൻസ് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.